ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമരപ്പയർ വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് നാടൻ അമരപ്പയറാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നാക്കി എടുക്കാം. നമുക്ക് അമരപ്പയറൊക്കെ നന്നാക്കി എടുക്കാം. നല്ല ചള്ളാണ്, മുറിക്കുമ്പോഴേക്കും അതുകൊണ്ട് ഞാൻ മറ്റേ സാധാ അമരപ്പയർ നന്നാക്കണം അതിൽ തന്നെയാണ് നന്നാക്കുന്നത്. അങ്ങനെ ആദ്യം ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കുക. നമുക്കിതിനെ കട്ട് ചെയ്യാം. അപ്പം നമ്മൾ അമരക്കായൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. നമ്മൾ അമരക്കായൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. സ്റ്റൗ കത്തിക്കുക. ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളക്, കറിവേപ്പില, അമരപ്പയർ ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കുക. നമുക്കിത് അടച്ചു കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അമരപ്പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു അരപ്പുണ്ടാക്കി എടുക്കണം. ഇത് ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ട് ഇങ്ങനെ പുലർത്തിയെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത്തിരി തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കണേക്കാട്ടി മുന്നേ കടുക് വേണമെങ്കിൽ പൊട്ടിക്കുക, അല്ലെങ്കിൽ ഉള്ളിയും മുളകും ചതച്ചതിട്ടിട്ട് ഇതിട്ടാൽ മതി. അടച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് തോരനിൽ ഇടാനായിട്ട് കുറച്ച് തേങ്ങ, രണ്ട് ചെറിയ ഉള്ളി, ഇതൊരു വെളുത്തുള്ളിയാണ് കേട്ടോ. അത് നടു പൊളിച്ച കാരണം രണ്ടായിട്ട് തോന്നുന്നതാണ്. ലേശം ജീരകത്തിൻ്റെ പൊടി, ജീരകം ഉണ്ടെങ്കിൽ മുഴുവനോടെ ജീരകം ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. 4 പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അരച്ചെടുക്കണ്ട, ഒന്ന് കറക്കി എടുക്കുക കേട്ടോ. അധികം അരയണ്ട, അവിയലിൻ്റെ പാകത്തിന് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് തോരനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ വറ്റി പിന്നെ ഇത് ഇങ്ങനെ അമരപ്പയറിലിട്ടിട്ട് ചിക്കി തോർത്തെടുക്കുക. നന്നായിട്ട് ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം പോണ വരെ ചിക്കി തോർത്തെടുക്കുക കേട്ടോ. നമുക്കിതിലൊന്ന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെയുണ്ട്. ഇത് ചോറിന് കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കായിരിക്കും, വലിയവർക്കായാലും ചോറിനൊക്കെ കൊടുത്തുവിടാൻ നല്ലത്.
തോരനാണ്. അപ്പൊ നമ്മുടെ അമരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല അമരപ്പയറാണ്. അപ്പൊ നമുക്ക് തോരൻ ഇതിലേക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ അമരത്തോരൻ ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.